ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? CUT എന്താണ് എന്ന് പല കുട്ടികളും പലപ്പോഴുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ CUT എന്ന വാക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അഥവാ സ്റ്റുഡന്റിന്റെ പാരന്റ് ആണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും കേൾക്കാതെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഇരുന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആ CUT അഥവാ നമ്മൾ ക്യുവറ്റ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അത് എന്താണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. CUT എന്ന് പറയുന്നത് ഓക്കെ, അഥവാ ക്വറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആ വാക്കിൽ തന്നെ ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്, അതായത് പല യൂണിവേഴ്സിറ്റിയിലോട്ടും കയറാനുള്ള കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്. നമ്മൾ നേരത്തേക്ക് എങ്ങനെയാണ് ഓരോ യൂണിവേഴ്സിറ്റിയിൽ കയറണമെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ എക്സാം എഴുതിയിട്ട് അതുവഴി കയറണം. അത് പലർക്കും എന്ത് ചെയ്തില്ല, പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ NTA ഈ ഒരു എക്സാം നടത്തുന്നത് ആരാണ്? നമ്മുടെ NTA തന്നെയാണ്. NTA കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് CUT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു CUT ഇപ്പോൾ ഒരു സിംഗിൾ എക്സാം എഴുതുന്നതിലൂടെ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാടധികം കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുകയാണ്, ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി കഴിയുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ BCom, അതേപോലെ തന്നെ നമ്മുടെ BSc, അങ്ങനത്തെ പല പല കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒറ്റ എക്സാം മാത്രം എഴുതിക്കൊണ്ട് കയറാൻ കഴിയും. നമ്മുടെ നീറ്റ് നടത്തുന്ന അതേ NTA തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടത്തുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യാം, വരാതിരിക്കാം. അത് നമുക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓക്കെ, അപ്പൊ ഇത് വഴിയിട്ട് നമുക്ക് ഈ ഒരു ഒറ്റ എക്സാം എഴുതുന്നതിലൂടെ നമുക്ക് എത്ര യൂണിവേഴ്സിറ്റികളിലോട്ട് കയറാമെന്ന് ചോദിച്ചാൽ 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളോടും. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്ത് നടത്തുന്ന വലിയ യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടും 41ഓളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലോട്ടും 30ലധികം ഡീംഡ് യൂണിവേഴ്സിറ്റിയിലോട്ടും അതേപോലെ തന്നെ 160ലധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സാം എഴുതുമ്പോൾ 9,000-ലധികം കോഴ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ഉള്ളത്. അതും 3.5 ലക്ഷത്തിലധികം സീറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ കോളേജുകളിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പൊ പല കുട്ടികളും ഇനി ആലോചിക്കും, ഇത്ര അധികം കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത്ര അധികം കോമ്പറ്റീഷനും ഈ ഒരു എക്സാമിന് ഉണ്ടാവത്തില്ലേ? ഇല്ല മക്കളെ, നിലവിൽ ഇപ്പോൾ ഈ ഒരു എക്സാം വന്നിട്ട് ആകെ 4 വർഷമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, നിലവിൽ വലിയ കോമ്പറ്റീഷൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ഈ ഒരു എക്സാമിൽ ഇപ്പോഴില്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ സുവർണമായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഡ്രോപ്പേഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവരുടെ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടികളിലോട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. നിങ്ങളുടെ കുട്ടികൾക്കുള്ള സുവർണ അവസരമാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ പല കുട്ടികളും അത്ര നല്ല യൂണിവേഴ്സിറ്റികളാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള മറുപടിയാണ് ദാ ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണുന്നത്. ഇതിലിപ്പം ഈ പറഞ്ഞ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളെല്ലാം ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ കോളേജിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇത്. ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇതെല്ലാം എന്ത് തന്നെയാണ്, നമ്മുടെ ഇതിൽ വരുന്ന നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഓൾസോ ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ICAR, നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു ഇതായിരിക്കും ICAR എന്ന് പറയുന്നത്. ഇവരുടെ നേരത്തെ സെപ്പറേറ്റ് AIEE എന്ന് പറഞ്ഞ എക്സാം ആയിരുന്നു നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ICAR അണ്ടറിൽ, നമ്മുടെ CUT-ന്റെ അണ്ടറിൽ വന്നിട്ടുണ്ട് ICAR. അതുകൊണ്ട് തന്നെ CUT എന്ന് പറഞ്ഞൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെപ്പറേറ്റ് ആയുള്ള യൂണിവേഴ്സിറ്റി BCom BSc പോലുള്ള കോഴ്സുകളിലും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അഗ്രികൾച്ചറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയ കോഴ്സുകൾ എന്ന് വെച്ചാൽ ഫോറസ്ട്രി, സെറികൾച്ചർ, ഫിഷറീസ്, ഇതേപോലത്തുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം നിങ്ങൾ വീണ്ടും ആലോചിക്കും, ഈ റാങ്കിങ് എന്ത് വെച്ചിട്ടാണ് ഇവരെ തീരുമാനിക്കുന്നത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒന്നാമത്തത് അവിടുത്തെ റിസോഴ്സസും അവിടുത്തെ ഫെസിലിറ്റീസും തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ആദ്യം നോക്കുന്നത് റാങ്കിങ് തീരുമാനിക്കുമ്പോൾ. അത് മാത്രമല്ല, അവിടെ റിസർച്ചുകൾ നടക്കുന്നുണ്ടോ, റിസർച്ചുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടോ, ആ റിസർച്ചുകൾ വാലിഡ് ആണോ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടാതെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, റിസർച്ചിന്റെ കാര്യം പറയുമ്പോൾ റിസർച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ഡിഗ്രി അഥവാ നിങ്ങളുടെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ റാങ്കിങ് ലഭിക്കത്തുള്ളൂ. ഓൾസോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾ
ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഗൂഗിൾ ചെയ്തൊന്ന് ഇമേജസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്ലേസ്മെന്റുകളുടെ കാര്യം, പ്ലേസ്മെന്റുകളുടെ ഞാൻ അടുത്ത സ്ലൈഡുകൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു ഊഹം ഉണ്ടാകത്തില്ല. ഇത്ര അധികം നിങ്ങൾക്ക് ചാൻസുകൾ ഇവിടെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന കാര്യം. ഓക്കെ, അങ്ങനെ ഇതിന്റെ ബെനിഫിറ്റ്സിന്റെ കാര്യം നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ പല പല ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റി, പ്രീമിയം യൂണിവേഴ്സിറ്റി ഉണ്ട്, അത്യാവശ്യം ആവറേജ് സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ കേരളത്തിലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന മിക്കവരും കേരളത്തിലുള്ള കുട്ടികളായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും എന്താ ആലോചിക്കുക, നിങ്ങളൊരു എക്സാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യും, ഇപ്പൊ കീം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന്റെ അകത്തുള്ള അഡ്മിഷൻ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് കിട്ടുക സ്വാഭാവികമായിട്ടും. പക്ഷേ ഈ ഒരു എക്സാം നിങ്ങൾ CUET എന്ന് പറഞ്ഞൊരു എക്സാം നിങ്ങൾ കേരളത്തിൽ നിന്ന് എഴുതിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസ് ഈ നമ്മുടെ ഇന്ത്യ നിറയെയുള്ള എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി എന്ത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി കഴിയും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് വാങ്ങിക്കേണ്ടത് അനിവാര്യമാണ്. സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു ഘടകം, ഒരു ഫാക്ടർ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പോഷർ, അതായത് പുറം നാടുകളിലോട്ടുള്ള എക്സ്പോഷേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കും. നിങ്ങൾ കേരളം മാത്രം കണ്ടു വളർന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ ലൈഫിൽ കൂടെ ഇമ്പ്രൂവ്മെന്റ് നടത്തണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിലും കൂടെ ഉന്നതങ്ങളിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ പല പല സ്ഥലങ്ങളിലും കൂടെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കണ്ടീഷൻസ്, അവിടുത്തെ ഇതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പൊരുത്തപ്പെട്ട് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മോഡിഫൈ ചെയ്യാനുള്ള പല ഫാക്ടേഴ്സും കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ, അതായത് ഈ ഒരു ഒറ്റ എക്സാം എഴുതുന്നതിലൂടെ ലോകത്ത്, ഈ ഇന്ത്യയിലുള്ള പല നമ്മുടെ സ്റ്റേറ്റ്സിലുള്ള കുട്ടികൾക്കും ഒരേ ഓപ്പർച്യൂണിറ്റി, ഒരേ റാങ്കിങ്ങിന്റെ അണ്ടറിൽ ഒരേ അവസരം എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. അതേപോലെ പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണ്, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അത് വരുമ്പോൾ എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേറെ കിട്ടുന്നത്, ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് അക്കാഡമിക്സ് കിട്ടും, റിസർച്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, വേൾഡ് ക്ലാസ് ലൈബ്രറി ഇവിടെ ഉണ്ടായിരിക്കും, 24 hours നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ലൈബ്രറി ഉണ്ടായിരിക്കും. വലിയ ലൈബ്രറി ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. ഓൾസോ ലോട്ട്സ് ഓഫ് ബുക്സുകളും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി കഴിയും. സ്പോർട്സുകളിൽ നിങ്ങൾക്ക് വളരെയധികം എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സുകളിലും അതേപോലെ ആർട്സിലും പങ്കെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെയധികം മികച്ച ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് തന്നെ ഈ പറഞ്ഞ പ്രീമിയം യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. നിങ്ങളുടെ റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, MRF, അദാനി, റോയൽ എൻഫീൽഡ്, കോഗ്നിസൻ, അങ്ങനെ ഇന്ത്യൻ ആർമിയിൽ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ഉള്ള സാധ്യതകൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ പല കുട്ടികളും ആലോചിക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡീം യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഇന്ന് ഒരുപാട് ഫീസ് ആവത്തില്ലേ? അപ്പോൾ നമ്മുടെ സോഷ്യലി ഒരുപാട് പുറകിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്തിരി കാസ്റ്റിന്റെ ഇതിലായാലും അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയാലും അങ്ങനെ പല രീതിക്കും പുറകിലോട്ട് നിൽക്കുന്ന ആൾക്കാർ ആദ്യം ചിന്തിക്കുന്നത് ഇങ്ങനത്തെ പല കാര്യങ്ങളുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെറിറ്റ് കം മീൻസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മെറിറ്റിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫീസ്, നിങ്ങളുടെ ഈ മെറിറ്റ് കം മീൻസ് ഫെലോഷിപ്പിന്റെ അകത്ത് തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ്, നിങ്ങളുടെ ബുക്സിന്റെ ചാർജുകളും അതേപോലെ വേറെ 2-3 ചാർജുകളും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പോകും. നിങ്ങളുടെ ബാക്കി കോളേജ് ഫീസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാതെ മാനേജ് ചെയ്താൽ മതിയാവും. അതേപോലെ സ്വാമി വിവേകാനന്ദ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് ഒരൊറ്റ മോള് മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂവെങ്കിൽ ആ കുട്ടികൾക്ക് അവൈൽ ചെയ്യാൻ കഴിയുന്ന സ്കോളർഷിപ്പാണ് ഈ പറഞ്ഞ സ്വാമി വിവേകാനന്ദ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ SC കുട്ടികൾക്കായിട്ടുള്ള രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് മൈനോറിറ്റി സ്റ്റുഡൻസിനായിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതേപോലെ തന്നെ മറ്റനവധി സ്കോളർഷിപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ജസ്റ്റ് കുറച്ചെണ്ണം മാത്രം സെലക്ട് ചെയ്തിട്ടതാണ്. ഇതേപോലെ മറ്റനവധി എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചിറങ്ങാൻ വേണ്ടി കഴിയും. അതേപോലെ നല്ല മാർക്കുകൾ ഉണ്ടെങ്കിൽ
അതിനെക്കാട്ടും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല എന്താ നല്ലൊരു ബേസ് അമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഉന്നതമായിട്ടുള്ള കോളേജസിൽ പഠിച്ചിറങ്ങി നല്ല ജോബുകളിലോട്ട് നല്ല പ്ലേസ്മെന്റ് വാങ്ങിച്ച് മുന്നേറാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ CUT എന്ന് പറഞ്ഞ ഈ ഒരു എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നോർമലി മെയ്യിലൊക്കെ ആയിരിക്കും, മെയ് ലാസ്റ്റ് തൊട്ട് ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും നമ്മുടെ എക്സാം വരിക. മെയ് പകുതിയോടെ എന്താകും നമ്മുടെ എക്സാം വരും. നെക്സ്റ്റ് മന്തോട് കൂടെ അഥവാ ഈ മന്ത് ലാസ്റ്റോടെ നമുക്ക് എന്ത് ചെയ്യും, നോട്ടീസ് വരേണ്ടതാണ് രജിസ്ട്രേഷൻ്റെ. നെക്സ്റ്റ് മന്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവും. പിന്നെ അടുത്ത ഒരു 1-2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എക്സാമും വരും. സോ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഈ മോഡൽ എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ ബോർഡ് എക്സാം അടുത്ത മാസം കഴിഞ്ഞതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പോഴേ തുടങ്ങാൻ കഴിയുവാണെങ്കിൽ നല്ലത്. അതേപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ഒക്കെ ആണെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോസിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യും, തുടർന്നുള്ള ദിവസങ്ങളിൽ നിരവധി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.